ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയാലോ. ഒരു ഈസി ആൻഡ് സിമ്പിൾ നാരങ്ങ വെള്ളക്കിടുന്നതാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നാരങ്ങ നമ്മൾ വാങ്ങിച്ചല്ല കേട്ടോ, അപ്പുറത്ത് വീട്ടിലെ മാമനാണെങ്കിൽ കുറച്ച് നാരങ്ങയും 2-3 മാമ്പഴം ഇല്ലേ, അതുകൂടെ ഒന്നിച്ചു കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നാരങ്ങ അപ്പം ഞാൻ കരുതി, അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു നമുക്കിന്ന് അച്ചാറിടാമല്ലോ എന്ന്. അപ്പം ഞാൻ അത് ആ നാരങ്ങയൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ട് നേരെ നമ്മുടെ ഇഡലി കുട്ടകത്തിനകത്തിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. പല രീതിയിൽ നമുക്ക് വെക്കാം. ഒന്നെങ്കിൽ നമുക്ക് മറ്റേ എണ്ണയ്ക്കകത്തിട്ട് വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പുഴുങ്ങിയെടുക്കാം. അപ്പം നല്ലപോലെ ഇതുപോലെ ഞെക്കുള്ളുന്ന രീതിയിൽ ഒരു നാരങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന രീതിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് ചൂടാറട്ടെ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസമാണ് കേട്ടോ നാരങ്ങ അച്ചാറിടുന്നത്. പിറ്റേ ദിവസം, അതെ 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. കാന്താരി ഉള്ളവരാണെങ്കിൽ കാന്താരി മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ. കാന്താരിയാണ് ഈ നാരങ്ങാച്ചാറിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ. നാരങ്ങാച്ചാറിന് കാന്താരിയും വെളുത്തുള്ളിയാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ ഞാൻ നമ്മുടെ പച്ചമുളകൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ആ സമയം കൊണ്ട് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഞാൻ നല്ലപോലെ പൊളിച്ചെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം പച്ചമുളക് എടുക്കുന്നവരൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. പച്ചമുളക് അരിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയി സോപ്പിട്ട് കഴുകുവാണെങ്കിൽ നമ്മുടെ കൈ പുകയത്തില്ല കേട്ടോ. അപ്പോൾ നാരങ്ങയൊക്കെ ഞാൻ മുറിച്ചെടുത്ത് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടി ഉണ്ട് കേട്ടോ. കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നാരങ്ങ അച്ചാർ ഇടുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ നാരങ്ങ മുറിച്ച് വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ കഴിക്കും എന്നാണ് പറയാറ്. ഞാൻ കഴിക്കുമോ എന്നൊന്നും ഞാൻ ശ്രമിച്ച് നോക്കിയിട്ടില്ല. ഞാൻ നാരങ്ങ സാധാരണ അച്ചാറിടുന്നതിന് തൊട്ട് മുമ്പാണ് മുറിക്കാറ്. അപ്പം കഴിക്കുവാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നേരത്തെ മുറിച്ച് വെക്കുന്നതിനേക്കാൾ നല്ലത് നാരങ്ങ ഇടുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ നമ്മൾ നാരങ്ങ മുറിച്ച് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കായപ്പൊടിയും അതുപോലെ ഉപ്പൂടിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. നേരെ നമുക്ക് ചീനിച്ചട്ടി എടുത്തിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. നല്ലെണ്ണ ഉള്ളവർ നല്ലെണ്ണ ഒഴിക്കുക. നമുക്ക് വെളിച്ചെണ്ണ എനിക്ക് നല്ലെണ്ണ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നല്ലെണ്ണയുടെ മണം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തത്. അപ്പോൾ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഉലുവ ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ ഉലുവപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അപ്പം ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ കടുക് വറുത്ത് ഇടാൻ കൊടുത്തു കേട്ടോ. എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയുടെ അത്രയും ഇല്ലല്ലോ മൂപ്പ് പച്ചമുളകിന്. അപ്പം അത് രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഒരു ചെറുതായിട്ട് ഒത്തിരി വെളുത്തുള്ളി ഒത്തിരി ഒന്ന് കരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറണ്ടേ. ആ ഒരു അവസ്ഥയിലെത്തുമ്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടോ. കറിവേപ്പില ഇവിടെ ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ മേളിൽ പോയിട്ട് ഇച്ചിരി പിഞ്ചുണ്ടായിരുന്നത് പറിച്ചെടുത്തിട്ട് വന്നിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ, വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഈ ഒരു പാകത്തിന് ഞാൻ മുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയാണ് നമ്മൾ പാകം നോക്കേണ്ടത്, ഒരുപാട് കഴിഞ്ഞു പോകേണ്ട വെളുത്തുള്ളി. എന്നിട്ട് ഞാൻ ഇതിനകത്ത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല, എന്നാൽ എനിക്ക് നാരങ്ങയ്ക്ക് ഒരു മഞ്ഞ കളർ കാണുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയൊന്നുമില്ല ഗൈസ്, സിമ്പിളാണ്. നാരങ്ങയോട് ചേർത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നാരങ്ങയ്ക്ക് നല്ല നീരുള്ള നാരങ്ങയായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നല്ലപോലെ ഇളക്കിയെടുക്കണം. എല്ലാ വശത്തും എത്തണം കേട്ടോ. മുളകും ഇഞ്ചിയല്ല വെളുത്തുള്ളി, ഓക്കെ, വെളുത്തുള്ളിയും എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് വിനാഗിരി നിർബന്ധമല്ല ഗൈസ്. ഞാൻ ഒരിക്കലും അങ്ങനെ വിനാഗിരി ചേർക്കുന്ന ഒരാളല്ല കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് മാത്രം ഞാൻ വിനാഗിരി ഒരു സ്പൂൺ കണ്ടില്ലേ, അത്ര മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളൂ. ഒരടപ്പെന്ന് വേണമെങ്കിൽ പറയാം. അത്ര മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മാത്രം കുപ്പിക്കകത്തോട്ട് കയറ്റി കൊടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചാലോ. നാരങ്ങ അച്ചാറിന് പറ്റിയ കോമ്പിനേഷനായിരുന്നു കേട്ടോ എനിക്കിന്ന് ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽസ്. ഇന്ന് തീയലും രസവും അതുപോലെ കുറച്ച് സാമ്പാറും നാരങ്ങ അച്ചാറും ആയിരുന്നു ഗൈസ് ഇന്ന് എൻ്റെ ഊണിൻ്റെ സ്പെഷ്യൽ. ഇന്ന് എൻ്റെ ഊണിൻ്റെ കറികൾ. അപ്പോൾ തീയലിൻ്റെയും രസത്തിൻ്റെയും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ നാരങ്ങ അച്ചാർ. കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ സിമ്പിൾ ഒരു അച്ചാർ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ റെസിപ്പീസൊക്കെ ആവശ്യമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സി യു. ഓക്കേ.